ട്രോളുകൾ പലതും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പല ട്രോളുകളും നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു ട്രോളർമാരാണ് ഈ മല്ലു പേപ്പർ. അവരുടെ പല ട്രോളുകളും ചിരിപ്പിക്കുന്നതാണ്, എന്നാൽ പലതും അതിരുവിട്ടതുമാണ്. അപ്പൊ അങ്ങനെ അതിരുവിട്ട ഒരു ട്രോള്, ആ ഒരു ട്രോള് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. വെറും 100 രൂപ വരുമാനം ഈ ചേച്ചി ഈ കാഴ്ചയില്ലാത്ത ഈ ഹസ്ബൻഡിനെയും അതുപോലെ 90 വയസ്സുള്ള കണ്ടല്ലോ. അപ്പൊ ഇവര് ട്രോൾ ചെയ്തിരിക്കുന്നത് ആരെയാണെന്ന് അറിയാവോ? ടോണി അച്ചായൻ. മലയാളികളായ മിക്ക ആൾക്കാർക്കും സുപരിചിതരാണ് ടോണി അച്ചായൻ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന മലയാളികൾക്കൊക്കെ ടോണി അച്ചായനെ അറിയാം. എന്തെങ്കിലുമൊക്കെ തരത്തിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ മടിക്കുന്ന നമ്മുടെ ഈ കാലത്ത് ജീവിക്കാൻ മാർഗമില്ലാത്ത, മുന്നോട്ട് എന്ത് വഴിയെന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒത്തിരി പാവങ്ങളായ ആൾക്കാര്, സാധുവായ ആൾക്കാരെ കണ്ടുപിടിച്ച് അവരുടെ വീട്ടിലേക്ക് നേരിട്ട് ചെന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. നമ്മൾ ഈ കാണുന്ന പോലെ അരി, പച്ചമുളക് അങ്ങനെ ഒന്നും വാങ്ങിച്ചു കൊടുക്കുക അല്ല ചെയ്യുന്നത്. അവർക്ക് ബാധ്യതയുള്ളത് അവരുടെ ബാധ്യതകൾ തീർത്തു കൊടുക്കുന്നു. അവർക്ക് ജീവിക്കാൻ മാർഗമില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ബിസിനസ് ആണെങ്കിലും ചെറിയ രീതിയിൽ അവർക്ക് ജീവിക്കാൻ ഒരു ചെറിയ വരുമാനം അവർക്ക് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ ടോണി അച്ചായൻ ചെയ്തു കൊടുക്കുന്നു. ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നും പിരിച്ചിട്ടല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം ക്യാഷാണ് എടുത്തു കൊടുക്കുന്നത്. ഇന്നത്തെ കാലത്ത് ആര് ചെയ്യും അങ്ങനെ? ഒരുപാട് കോടീശ്വരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇങ്ങനെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്ത്, അതും നിരവധി തവണ, ഒരു തവണയോ 2 തവണയല്ല, നിരന്തരം ഇങ്ങനെ സാധുക്കളായ മനുഷ്യർക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമ, അതാണ് ഈ ടോണി അച്ചായൻ. പാവങ്ങളുടെ അത്താണി എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെയുള്ള നല്ല ഒരു മനുഷ്യനെ നമ്മൾ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, അയ്യോ ഇങ്ങനെയൊക്കെ സഹായം ചെയ്യുമോ? കാരണം അദ്ദേഹം ഇത്രയും കെട്ടുകണക്കിന് നോട്ടുകളാണ് എടുത്തു കൊടുക്കുന്നത്. അവരുടെ ബാങ്കിലെ ബാധ്യതകൾ തീർക്കാന്, അവർക്കൊരു ബിസിനസ് തുടങ്ങാന്, കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള ആവശ്യങ്ങൾ, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു, അങ്ങനെ നിരവധി കാര്യങ്ങൾ. അങ്ങനെയുള്ള ഈ മനുഷ്യനെ ഇങ്ങനെ ട്രോളാനും മാത്രം, ഇങ്ങനെ ഇമാതിരി സോഷ്യൽ മീഡിയയിൽ അവഹേളിച്ച് ട്രോൾ ഇറക്കാനും മാത്രം വിവേകമില്ലാന്നായി പോയല്ലോ മല്ലു പേപ്പറെ. കാരണം അത്രയധികം ആ മനുഷ്യനെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. പിന്നെ അദ്ദേഹം ഈ സഹായം ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടാവാം, അദ്ദേഹം അത് വീഡിയോയുടെ മുന്നിൽ കാണിക്കുന്നുണ്ടാവാം. പക്ഷേ അതിൽ നിന്നും ഒരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ആ വരുമാനം അദ്ദേഹം പാവത്തങ്ങൾക്ക് കൊടുക്കുകയാണ്, സാധുക്കളായ മനുഷ്യർക്ക് കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് എളുപ്പം ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിരിക്കും ഇങ്ങനെ കൊടുക്കുന്നത്. അങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കുന്നതിൽ എന്താണ് തെറ്റ്? നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ, 2 കിലോ അരി അങ്ങോട്ട് മേടിച്ചുകൊണ്ട് കൊടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രവൃത്തിയൊന്നും അല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്. അവരുടെ ബാങ്കിലുള്ള സകല ബാധ്യതകളും തീർക്കുകയാണ്. അവർക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല, ഒരു ജോലിയില്ല, ജോലി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ജോലി ചെയ്യാനുള്ള സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും, ഇടിഞ്ഞു വീഴാറായ ഷെഡുകളാണെങ്കിൽ അത് പൊളിച്ചിട്ട് നല്ലൊരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഇടിഞ്ഞു വീഴാറായ ഷെഡിൽ പോലും അദ്ദേഹം ഷൂ ഊരിയിട്ടിട്ടാണ് അകത്തേക്ക് കയറുന്നത്. അത് മല്ലു പേപ്പർമാർ കണ്ടായിരുന്നോ? അദ്ദേഹം ക്യാമറ ഓൺ ആക്കി വെച്ച് ഈ ചെയ്യുന്ന സഹായം വീഡിയോ പിടിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടത് മാത്രമേ നിങ്ങൾക്ക് ട്രോളാൻ തോന്നിയുള്ളൂ. നിങ്ങളായിട്ടോ ആരെയും സഹായിക്കുന്നില്ല. എന്നാൽ സഹായിക്കുന്നവരെ അവരവരുടെ വഴിക്ക് വിട്ടേക്ക്. നിങ്ങൾ എന്തിനാണ് അവരെ എടുത്ത് ട്രോളാൻ പോകുന്നത്? അല്ലെങ്കിൽ പിന്നെ അച്ചായൻ ആരെയും സഹായിക്കണ്ട, നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരുപാട് സാധുക്കളുടെ, ഒരുപാട് പാവങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു കാര്യങ്ങളാണ് നിങ്ങൾ ഇല്ലാതാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ട്രോളിക്കോ, നിങ്ങൾ ആര് വേണേലും ട്രോളിക്കോ. പക്ഷേ ഇതുപോലെ സമൂഹത്തിന് നന്മ ചെയ്യുന്ന ആൾക്കാരെ എടുത്തിട്ട് ട്രോളല്ലേ. ഇതൊരു അപേക്ഷയാണ്.